വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കുമിടെ CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമാകുന്നു. പാർട്ടിയെയും സർക്കാരിനെയും പിടിച്ചുലച്ച വിവാദങ്ങളിലെ വിമർശനങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നേക്കും. പ്രായപരിധി കണക്കാക്കിയുള്ള ഒഴിവാക്കലുകളും നേതൃനിരയിലെ മാറ്റവുമൊക്കെ ചർച്ചയാക്കി. വിവരങ്ങളുമായി M. മനോജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. മനോജ്, CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സർക്കാരിനെയും പാർട്ടിയും വെട്ടിലാക്കിയ വിഷയങ്ങൾ, EPJയുടെ വിഷയങ്ങൾ അടക്കമുള്ളവ ചർച്ചയാകും. ഒപ്പം നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ട അതിന് ശേഷം നടന്ന വിഷയങ്ങൾ, ഇതെല്ലാം ഈ ഒരു പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രായപരിധി സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. അതും ഈ ഒരു പാർട്ടി സമ്മേളനത്തിൽ അതിൻ്റെ ചർച്ച കൊഴുപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് കൊല്ലം ജില്ലയിൽ ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി പതാക ഉയരുന്നു. നാളെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. 530ഓളം പ്രതിനിധികളാണ് ഇത്തവണ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുക. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കുറേയധികം നിരീക്ഷകരടക്കം ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ വിഭാഗീയതയ്ക്കുമൊക്കെ വഴിവെച്ച, അല്ലെങ്കിൽ ഈ കൊല്ലം ജില്ലയിൽ തന്നെ പ്രത്യക്ഷമായി പ്രവർത്തകർ സമരം ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, പിന്നീട് നടപടിയെടുക്കേണ്ടി വന്ന വിഷയങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കൊല്ലത്ത് തന്നെ ഇത്തവണ ഈ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. എന്തായാലും അതിനുവേണ്ട മറ്റു കാര്യങ്ങളൊക്കെ, ആ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായി. എന്തായാലും സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നാളെ പ്രകാശ് കാരാട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ MP ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഈ അധ്യക്ഷനാകുന്നു. എന്തായാലും ഈ ഒരു സമ്മേളനത്തിൽ പൊതുചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. കാരണം കൂടുതൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു. അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു സമ്മേളനം കൂടിയാണ്. അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടുള്ള കനത്ത തോൽവി, അതോടൊപ്പം തന്നെ നിയമസഭാ തദ്ദേശീയ തിരഞ്ഞെടുപ്പുകളിലെ ക്ഷീണവും, അതോടൊപ്പം മറ്റ് വിവാദങ്ങൾ, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിമാരുടെ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ EP ജയരാജനെ മാറ്റിയുള്ള അത്തരത്തിലുള്ള വിവാദങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിൽ ഉള്ളിൽ തന്നെ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നിരുന്നു, അതിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ കൂടെ ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുപോലെ ഒരു നയരേഖ ഇത്തവണയും അവതരിപ്പിക്കും. അതായത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു നയരേഖ അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ടൊക്കെ തന്നെ ചർച്ചയാകും. എന്തായാലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും, അതോടൊപ്പം തന്നെ ഇനി എങ്ങനെ വീണ്ടും ഒരു പിണറായി സർക്കാരിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാനത്ത് അക്രമവും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗവും ഒക്കെ തന്നെ അങ്ങനെ ശക്തമായി നിലനിൽക്കുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് വീണ്ടും ഒരു പിണറായി സർക്കാർ എത്തുക, അല്ലെങ്കിൽ അതിലൊരു നടപടിയും എടുക്കാൻ പറ്റാതെ അങ്ങനെ ക്ഷീണിതരായി നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് വീണ്ടും എത്തുക എന്നുള്ള കാര്യം. അതിൽ തന്നെ പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പറയേണ്ടത് സമ്മേളനത്തിൽ ഒഴിവുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് പ്രായപരിധി കണക്കാക്കി കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ 75 വയസ്സ് പ്രായപരിധി നിശ്ചയിക്കുന്നത്. അത് കർശനമാക്കിക്കൊണ്ട് ഇത്തവണ ഈ നേതാക്കളെ ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ട്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും 3 നേതാക്കൾ ഒഴിവാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതിൽ തന്നെ പ്രധാനമായും ആനാവൂർ നാഗപ്പൻ, അതോടൊപ്പം തന്നെ AK ബാലൻ, അതോടൊപ്പം തന്നെ 75 വയസ്സ് PK ശ്രീമതി അടക്കം ഒഴിവാകും എന്നുള്ള സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 4 ഒഴിവുകളും ഉണ്ടാകും. ഈ ഒഴിവുകളിലേക്ക് പുതുമുഖങ്ങൾ എത്തുമെന്നുള്ളതാണ്. MP രാജേഷ് അടക്കമുള്ള മന്ത്രി MP രാജേഷ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനനടക്കം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമെന്നുള്ള വിവരവുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊഴിവുകളും വന്നേക്കാം. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂരിൽ നിന്നും P ജയരാജനെ ഇത്തവണ പാർട്ടി പരിഗണിക്കുമോ എന്നുള്ളതാണ്. കാരണം P ജയരാജൻ എത്തിയില്ലെങ്കിൽ മറ്റൊരു അവസരം ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിക്കാണ്. P ശശി സംസ്ഥാന നേതൃനിരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് P ജയരാജനെ പരിഗണിക്കാതിരുന്നാൽ അത് പിന്നീട് വലിയ ചർച്ചയിലേക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഒരു ചേരിപ്പോരിനുള്ള
തുടക്കം അതൊരു രൂക്ഷമായി തന്നെ മാറുമെന്നുള്ള കാര്യം എന്തായാലും പി ജയരാജൻ ഇത്തവണ പരിഗണിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കണ്ണൂരിലുള്ള പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. എന്തായാലും സംസ്ഥാന സമ്മേളനത്തിൽ എന്താണ് നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 3 ദിവസം, അതായത് 6-ാം തീയതി ഈ പ്രതിനിധി സമ്മേളനം, 7-ാം തീയതി അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പൊതുചർച്ചയും അതുപോലെ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ 9-ാം തീയതിയാണ് റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കുക. ഈ പൊതുസമ്മേളനത്തിൽ അവസാനമായി, അതായത് അന്നേ ദിവസം തന്നെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും പാർട്ടി സമ്മേളനം അങ്ങനെ ഇന്ന് ഈ കൊടിമര ജാഥയുണ്ടാകും വൈകിട്ട്. അതിനുശേഷം ഈ പതാക ഉയരുന്നതോടുകൂടി ഈ സമ്മേളനത്തിനുള്ള എല്ലാ നടപടികളും അതിനെല്ലാം തുടക്കമാകും. എന്തായാലും ഓരോ സമയക്രമങ്ങളിലും നടക്കുന്ന ഈ ചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. വീണ, ശരി മനോജ്, ഏതായാലും ചെറുതല്ലാത്ത പ്രശ്നങ്ങളാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിന്. അതെ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ വിമർശനം നേരിട്ടിരുന്നു. അത് സംസ്ഥാന സമ്മേളനത്തിലും തുടരാനുള്ള, സാധാരണഗതിയിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വിമർശനങ്ങളാണ് ഉയരാറുള്ളത് എങ്കിൽ ഇത്തവണ അത് തെരുവിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പലയിടങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത്? അതായത് ഈ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ, സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാൻ കഴിയാതെ പോവുക തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ, പിന്നെ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി, ഇതെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളായാൽ പോലും പാർട്ടിയുടെ ഷെയർ എത്രത്തോളം, വോട്ട് ഷെയർ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെയും ചർച്ചയ്ക്ക് വിധേയമാകും. അപ്പോൾ എന്താകും ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ CPM-ൽ നിന്ന് പുറത്തു വരുന്നത് ആകെ തുക എന്ന് നമുക്ക് നോക്കിയിരിക്കാം. ഓക്കെ.